ഒരു കാര്യം കൂടി ചോദിക്കാം. എനിക്ക് ഇൻവെസ്റ്റ് കേരളയിലെ ഒരു സംശയം. അതായത് അവർക്ക് കാണാൻ പറ്റുന്നില്ല. പ്രതിനിധികൾ ഒരു ഇലക്ട്രിക് ബോട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു MOU സൈൻ ചെയ്തതായത് ടാറ്റയുടെയും കൂടി ഉൾപ്പെട്ട പ്രതിനിധികൾ കൊച്ചി. ഞാൻ ഇതിന്റെ ചിത്രം എല്ലാം നിങ്ങളെ കാണിച്ചതാണ്. അതേ പ്രോജക്റ്റിനെ കുറിച്ചാണോ ഈ ചർച്ച വരുന്നത്? അതേ ആള് തന്നെയല്ലെന്ന് ഞാൻ കാണിക്കണേ വീണ്ടും വേണ്ടല്ലോ, നിങ്ങളുടെ ഉണ്ടാവുമല്ലോ. ആർസ്റ്റൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്നുള്ളത് ഹൈദരാബാദ് കമ്പനിയാണ്. അത് ടാറ്റ അതിന്റെ ടേക്ക് ഓവർ. ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു, ശ്രീ ചന്ദ്രശേഖരനെ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണുമ്പോൾ അതിന് മുൻപേ ഇവരായിട്ട് ധാരണയായിട്ടുണ്ട്. IKGS-ൽ അവർ വരാം, ഒപ്പുവയ്ക്കാം എന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഒരു ആർസ്റ്റൺ കമ്പനി അങ്ങനെ ഒന്ന് സബ്സിഡറി ഞങ്ങൾക്ക് ഉണ്ടോ എന്നാണ് അദ്ദേഹം. അന്ന് വലിയ പാരാവാരാണല്ലോ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ അദ്ദേഹം അവിടെ നോക്കി, ഇത് ഇങ്ങനെ ഒരു കമ്പനിയാണ്, ഹൈദരാബാദ് കമ്പനിയാണ്, അവർക്ക് അവരുടെ തീരുമാനം എടുക്കാം, ഞങ്ങളുടെ നിലയിൽ വരേണ്ടതില്ല, അവരുടെ ചെറിയൊരു യൂണിറ്റ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ടാറ്റയുടെ സബ്സിഡറി വരുന്നത് പോലും കേരളത്തിന് നല്ലതാണ്. അതുകൊണ്ട് ഞങ്ങളത് നേരത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അവരുമായിട്ട് MOU മലബാർ സിമന്റ്സിന്റെ 2010 ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ മന്ത്രിയായിരിക്കുമ്പോൾ പോർട്ടിന്റെ സ്ഥലം വാങ്ങിയിട്ടിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ഇതിങ്ങനെ ലീസ് അടച്ചുകൊണ്ടിരിക്കുക. എല്ലാ ഫീസിബിലിറ്റി സ്റ്റഡിയും സ്പ്രിംഗ്ലർ അവിടെ കൊണ്ടുവന്ന് പൊടിച്ചാൽ നഷ്ടം കൂടുന്നു മാത്രമായിരുന്നു. പിന്നെ ഈ ലാൻഡ് എന്ത് ചെയ്യും? പോർട്ട് തിരിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ പോർട്ട് ചെയർമാനെ സംസാരിച്ചു. നേരത്തെ നമുക്ക് ആക്ടിവിറ്റി ഈ സ്പ്രിംഗ്ലർ പൊടിച്ച് സിമെന്റ് ആക്കാനാണ്, അത് മാറ്റാൻ നിലവിൽ നമുക്ക് അവകാശമില്ല. പക്ഷെ പോർട്ട് ചെയർമാൻ സംസാരിച്ചു, പോർട്ട് സെക്രട്ടറി ആയിട്ട് ഡൽഹിയിൽ സംസാരിച്ചു, അവർ അത് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഇവരും റെഡിയായി. അങ്ങനെയാണ് ഈ ഷിപ്പ് എന്ന് പറയുന്ന ചെറിയ ഡിഫൻസിന്റെ ബോട്ടാകാം, വാട്ടർ മെട്രോയ്ക്ക് അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ബോട്ടുകളുടെ നിർമ്മാണത്തിനാണ് ടെക്നോളജിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ 58 കോടിയുണ്ട് മലബാർ സിമന്റ്സിന്റെ ലീസ് മുടക്കിയത്, അത് നമ്മുടെ ഷെയർ ആയിട്ട് കണക്കാക്കും. പിന്നെ ഒരു ഇൻവെസ്റ്റർ കൂടി അവർ കൊണ്ടുവരും. അങ്ങനെ ഒരു സംയുക്ത പ്രൊജക്റ്റ് ആയിട്ടാണ് അവന്റെ MOU ഒപ്പുവെച്ചു, IKGS-ൽ ഒപ്പുവെച്ചു. അതിനുശേഷം MOU അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് 2026 ഫെബ്രുവരിയിൽ ഇറങ്ങി. പോർട്ടിന്റെ ഉത്തരവ് ഈ ലാൻഡിന്റെ ഇപ്പൊ മട്ടാഞ്ചേരി വാർഫിനോട് ചേർന്നിട്ടാക്കി മാറ്റി. നേരത്തെ ഇപ്പുറത്ത് എറണാകുളം വാർഫിന്റെ ഭാഗത്ത് മട്ടാഞ്ചേരി വാർഫിനോട് ചേർന്നിട്ട് മാറ്റി. അപ്പൊ അത് വരികയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ സ്പേസ് സംബന്ധിച്ചുള്ള പുതിയ ഈ സ്പേസിന്റെ നമ്മളിപ്പോ ഇവിടെ തുടങ്ങിയല്ലോ, സ്പേസ് പാർക്ക് തുടങ്ങി കഴിഞ്ഞ ഗവൺമെന്റ്. പിന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞു ലോജിസ്റ്റിക്കിൽ പുതിയ പോളിസി വന്നു. 2025 റാങ്കിങ്ങിൽ, നമ്മുടെ ലീഡ്സ് റാങ്കിങ്ങിൽ കേന്ദ്രത്തിന്റെ നമ്മൾ ഹൈ പെർഫോമറായി. നേരത്തെ ആസ്പയർ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് കാണേണ്ടത് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, പ്രതിപക്ഷവും അതിനോട് സഹകരിക്കണം, നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം, ഇതാണല്ലേ ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി ആകണമെന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നമ്മളെല്ലാം സംസാരിക്കുമ്പോൾ മീഡിയ ഇന്റർവ്യൂ ചിലപ്പോൾ മാറിപ്പോയെന്ന് വരാം. പക്ഷെ മാറിപ്പോയിട്ടും അദ്ദേഹം ടാറ്റയുടെ പ്രതിനിധികൾ എക്കണോമിക് ടൈംസിലൂടെ ഞങ്ങൾ ആകെ അമ്പരന്ന് പോയി എന്ന് ചരിത്രത്തിൽ ആദ്യമായി പറയുന്നത് വരെ ഇത് പൊതു നിക്ഷേപമാണ് എന്ന ഒരു ചെറിയ പരാമർശം നിങ്ങൾ ആരോടെങ്കിലും നടത്തിയോ? മീഡിയയോട് പറയാലോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിന് അപകടം ഞാൻ പറഞ്ഞല്ലോ. ടാറ്റ ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് നേരിട്ട് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ മാറ്റാണ്. ഉടൻ ടാറ്റയുടെ ഓഹരി കൂടും, മൂല്യം കൂടും, മലയാളികളും വാങ്ങിക്കും, എല്ലാവരും വാങ്ങിക്കും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് തുടങ്ങുന്നില്ല, പെട്ടെന്ന് ഇത് പോയാൽ നേരെ പരാതി വരും, നിങ്ങൾ കൃത്രിമമായിട്ട് ഭൂമുണ്ടാക്കി. ടാറ്റ പോലും പ്രതിക്കൂട്ടിലാവും. അതുകൊണ്ടാണ് പറഞ്ഞ മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോൾ ഭരണഘടനാ സ്ഥാനത്തിന്റെ പ്രതികരണമാണ്. അത് ഇന്ന് അദ്ദേഹത്തിന് പറയാം, ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നേരത്തെ പറഞ്ഞില്ല, ഇത് കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും പറഞ്ഞില്ല. അടുത്ത നുണയുമായിട്ട് വീണ്ടും ഇറങ്ങുന്നു. ഇപ്പൊ ഏത് ഓർഡർ അദ്ദേഹം ഇറക്കിയാണ് പറയട്ടെ? ഇപ്പൊ ഞങ്ങൾ അതിവേഗതയിൽ തടസ്സം നീക്കി ഏത് ഓർഡർ ഇറക്കിയേക്കണേ? ഈ 2 ഓർഡറിൽ തന്നെ പറയുന്നുണ്ട്, ഇനി വെറ്റ് ചെയ്തിട്ട് നിയമവകുപ്പൊക്കെ വെറ്റ് ചെയ്തിട്ട് എഗ്രിമെന്റിലേക്ക് പോകണം, MOU എന്നുള്ള എഗ്രിമെന്റിലേക്ക് പോകണം. ഇത് സ്ഥലം ഉൾപ്പെടെ നടക്കുകയാണ്. ഇനി ഞങ്ങളെക്കാൾ വേഗത്തിൽ അവർ പോകുന്നുവെങ്കിൽ സന്തോഷം, ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുമല്ലോ. കാരണം ഞങ്ങളുടെ കാലത്ത് തുടങ്ങിയൊരു പദ്ധതി ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ വേഗത്തിൽ ഇവർ കൊണ്ടുപോകുന്നുവെങ്കിൽ നാടിന് വല്ലതാണല്ലോ. അതിന് പകരം അതിനകത്ത് കേട്ടത് ഇങ്ങനെ കടിച്ച് വെറുതെ പല്ല് കളയേണ്ട വല്ല കാര്യമുണ്ടോ? അത് അദ്ദേഹം ചിന്തിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അതിലെ ഒഴിവെന്താ കാരണം? വളരെ സ്പെസിഫിക് ആണല്ലോ. ഞാനത് നിങ്ങൾ ശരിക്കും കഴിഞ്ഞ ബ്രീഫിങ്ങിൽ ഞാൻ പറഞ്ഞു, 2 പേരെങ്കിലും മുസ്ലിം വേണം എന്നുള്ളതാണ് നിയമം. നോൺ മുസ്ലിം വേണം എന്നുള്ളത്. മുസ്ലിം എത്ര വേണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. 3 കാറ്റഗറിയാണ് മുസ്ലിം വിഭാഗത്തിന് വേണ്ടത്. അതിന്റെ പ്രൊവൈസോ വായിച്ചാൽ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ വിഭാഗത്തിന് മുസ്ലിമിൽപ്പെട്ട യോഗ്യരായ ആളുകൾ ഇല്ലെങ്കിൽ മറ്റവരെ നിയമിക്കാം. നേരത്തെ MP മുസ്ലിം MP ആയിരിക്കണം, MLA മുസ്ലിം ആയിരിക്കണം, എല്ലാം CEO മുസ്ലിം ആയിരിക്കണം. ഇപ്പോ മുസ്ലിം 3 വിഭാഗത്ത് വരണം. അവിടെ ആളില്ലെങ്കിൽ നോൺ മുസ്ലിമിനെ വയ്ക്കാം.
പക്ഷെ മൊത്തെടുത്താൽ 2 പേർ മുസ്ലിം ആയിരിക്കണം. അതെ, ആ 2 ഒഴിവ് വിട്ടിരിക്കുന്നത് സുപ്രീം കോടതി കേസ് നിൽക്കുകയാണ്. സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല, സുപ്രീം കോടതി തീരുമാനം വന്നിട്ടില്ല. സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാടും 2 ഒഴിവിട്ടു, അവരും വച്ചിട്ടില്ല. തമിഴ്നാടും വയ്ക്കാത്തതുകൊണ്ടാണ്. സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് 2 നോൺ മുസ്ലിമിനെ വെച്ചു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി നമുക്ക് എതിരാവില്ലേ? ഞങ്ങൾ എന്ത് പറയും? സുപ്രീം കോടതി പരിഗണന ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ 2 ഒഴിവുകളാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനം ലോ ഓഫ് ദ ലാൻഡ്, ഞങ്ങളെ നടപ്പിലാക്കും. പക്ഷെ നിങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ 2 എണ്ണം നികത്തിയിട്ടില്ല. എന്നാൽ നോൺ മുസ്ലിമായി നമ്മൾ പറഞ്ഞിട്ടില്ല. 2 ഒഴിവുകൾ പിന്നീട് നികത്തും. ഇതാണ് കാര്യം. കാരണം ഞങ്ങളുടെ നിലപാട് അത് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്ത് സംഭവിച്ചു? ഇനി സുപ്രീം കോടതി പോയിട്ട് നമ്മുടെ കേരളത്തിന്റെ വക്കീൽ എഴുതിക്കാൻ പറ്റൂ? പ്രത്യേകിച്ച് ഈ കേസ് തന്നെ തള്ളി ബൈൻഡിങ് ആണെന്ന് മുഖ്യമന്ത്രി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു. കേരളത്തിന്റെ വക്കീൽ സുപ്രീം കോടതി തന്നെ സീനിയർ വക്കീൽ പറഞ്ഞു നോൺ മുസ്ലിമിനെ ഞങ്ങൾ ഉൾപ്പെടുത്താം. ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ അതിന് അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് കേരളത്തിന്റെ സീനിയർ കൗൺസിൽ പറഞ്ഞു, കേരളത്തിന്റെ കൗൺസിൽ പറഞ്ഞു. ഇന്ന് ഹൈക്കോടതിയിൽ കേരളത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറലാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 2 നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താം. എഴുതി കൊടുത്ത സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നു സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് ദ സെക്ഷൻ 14 ഓഫ് ദിസ് ആക്ട്. ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ IAS പോയിട്ട് ഇതിന് വിരുദ്ധമായിട്ട് നോൺ മുസ്ലിമിനെ മാറ്റി ഓർഡർ ഇറക്കാൻ പറ്റുമോ? കോടതി പോയി നിൽക്കേണ്ടവരില്ലേ കോർട്ട് ലക്ഷ്യം? പക്ഷെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ബൈൻഡിങ് ആണെന്ന് പറഞ്ഞു. സുപ്രീം കോടതി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ബൈൻഡിങ് ആക്കി കളഞ്ഞു. ഇതാണ് ഏറ്റവും അപകടം. അപ്പൊ യഥാർത്ഥത്തിൽ വർഗീയവാദി BJPയുടെ അജണ്ട നടപ്പിലാക്കുന്ന ഒരാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. മുസ്ലിം വിഭാഗത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിനകത്ത് നോൺ മുസ്ലിം പാടില്ല എന്ന നിലപാട് ഇന്ത്യയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും CPIM ഉൾപ്പെടെ എല്ലാ പാർട്ടികളും എടുത്ത നിലപാട് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വർഗീയവാദി എന്ന് അധിക്ഷേപിക്കുന്നത് BJPയുടെ നാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.